രാവിലെ ഈ പക്ഷി പറന്നു പോകും, വൈകുന്നേരമാകുമ്പോൾ ന്യൂസുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം സുലൈമാൻ നബി സന്ധ്യയായിട്ടും ഹുദുഹുദ് പോയ പക്ഷി തിരിച്ചു വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് ദേഷ്യം വന്നു. ഹുദുഹുദ് എവിടെ പോയി? ഖുർആൻ പറയുന്ന കഥയായത്. എവിടെ പോയി ഹുദുഹുദ്? ഹുദുഹുദിനെ കാണാനില്ലല്ലോ, സമയമായിട്ടും അതെന്തോ തിരിച്ചു വരാത്തത്? സുലൈമാൻ നബി ലോകം കൊണ്ട് വിറച്ചു. സുലൈമാൻ നബി പറയുന്നു, ഹുദുഹുദ് ഇങ്ങ് വരട്ടെ, അതിന് ഞാൻ നല്ല അടി കൊടുക്കുന്നുണ്ട്. ഔല അദ്ബഹന്നഹു ഔല യഅതിയനി ബിസുൽത്താനിൻ മുബീൻ. ഔല അദ്ബഹന്നഹു, ആ പക്ഷിയെ ഞാൻ അറുക്കാൻ പോവുകയാ, അനുസരണയില്ല, സമയത്ത് അത് തിരിച്ചു വരില്ല. സുലൈമാൻ നബി കോപം കൊണ്ട് ഇങ്ങനെ വിറക്കുമ്പോ ഹുദുഹുദിനെ കാണുന്നില്ല, ഇങ്ങ് വരട്ടെ, രണ്ടടി കൊടുക്കണം, ഇല്ലെങ്കിൽ പണ്ടാരത്തിൽ നിന്ന് അറുത്തിട്ടേ ഉള്ളൂ. ദേഷ്യത്തിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഖുർആൻ വീണ്ടും പറയുന്നു, ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ചിറകടി കേൾക്കുന്നു. ഹുദുഹുദ് എന്ന് പറയുന്ന സുലൈമാൻ നബിയുടെ മരം കൊത്തിയതാ ചിറകടിച്ച് പറന്നു വരുന്നു. വന്ന് ഹുദുഹുദ് പറയുന്നു, സുലൈമാൻ നബിയെ, എന്നെ അടിക്കരുതേ, എന്നെ കൊല്ലരുതേ. സുലൈമാൻ നബി എന്നെ അടിക്കാതിരുന്നാൽ അങ്ങകലെ നിന്ന് നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. എന്നെ അടിക്കരുതേ, എന്നെ ശിക്ഷിക്കരുതേ. ഹുദുഹുദ് പറഞ്ഞു, സുലൈമാൻ നബി എന്നെ അടിക്കരുത്, നല്ലൊരു ചൂട് വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നെ അടിക്കാതിരുന്നാ പറയാം. സുലൈമാൻ നബിയുടെ ദേഷ്യം തണുത്തു. സുലൈമാൻ നബി പറഞ്ഞു, ശരി, നീ പറയ, ഞാൻ കേക്കട്ടെ. ഹുദുഹുദ് പറഞ്ഞു, സുലൈമാൻ നബിയെ, ചൂടുള്ള വാർത്ത എന്താണെന്നറിയോ? വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സുലൈമാൻ നബി ഒരു ചൂടുള്ള വാർത്ത. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാത് ചേർത്തു. എന്താണ്? പെണ്ണുങ്ങളെ പോലെ വൈകുന്നേരം ഒരു ഫിത്ന കോർണർ ഉണ്ടാവുമല്ലോ, അവിടെ ഫിത്ന പറയും. ഇല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ, എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും ഉണ്ടാവും ഒരു ചെറിയ തിണ്ണ, MFBകൾ ഇരിക്കുന്ന സ്ഥലം. എല്ലാ പള്ളിയിലും കുറെ MFBകൾ ഉണ്ടാവും. MFB എന്ന് പറഞ്ഞാൽ മൗലവി ഫാദിൽ ബാക്കവി. ഇത് മസ്ജിദ് ഫിത്ന ബോർഡ്. ഈ MFB എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഫിത്ന ബോർഡ്. പള്ളിയുടെ സിറ്റ് ഔട്ട് ഇരിക്കും. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഖ് അടുത്ത ഷെയ്ഖിനോട് പറയും, കണ്ട അങ്ങേരുടെ തുണി കണ്ട നിര്യാണിയുടെ താഴെ കിടക്കണം. മസ്ജിദ് ഫിത്ന ബോർഡ്, പരദൂഷണ കമ്മിറ്റി, പച്ചിറച്ചി തിന്നൽ ജോലി. സുബൈ നിസ്കാരത്തിന് ഇറങ്ങും, ഇശാ നിസ്കാരം വരെ പച്ചിറച്ചി നിന്നിട്ട് കയറി പോകും. നിസ്കരിക്കണ പ്രതിഫലം മുഴുവൻ. ഞങ്ങളുടെ ഉസ്താദ് കോയ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് പറയാറുണ്ട്, ചില ആളുകൾ സുബൈക്ക് നിസ്കരിക്കാൻ വരും, നല്ല വെളുപ്പാൻ കാലത്ത് നിസ്കരിക്കാൻ വന്നിട്ട് ആ പ്രതിഫലം നിസ്കരിക്കാൻ വന്ന ആളുകൾക്ക് മുഴുവൻ കൊടുത്തിട്ട് അവരൊന്നുമില്ലാതെ കയറി പോകും. പരദൂഷണം പറഞ്ഞു. സഹോദരങ്ങളെ, സുലൈമാൻ നബി പറഞ്ഞു, നീ ആ കാര്യം അങ്ങ് പറയേ. ഹുദുഹുദ് പറയാൻ തുടങ്ങിയ രഹസ്യം എന്താണെന്നറിയോ? സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ പറന്നങ്ങ് അകലെ ചെല്ലുമ്പോ സബ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിൽ ഞാൻ എത്തി. ഇതേവരെ അങ്ങനെ ഒരു രാജ്യം കണ്ടിട്ടില്ല. സമ്പൽ സമൃദ്ധമായ, ഫലഭൂയിഷ്ടമായ, നല്ല ജലസേചനം നടക്കുന്ന, സുന്ദരമായ പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ, കതിർപ്പാടങ്ങൾ, മന്ദമാരുതനിൽ നെൽക്കതിരുകൾ ഇളകിയാടുന്ന പുണ്യമായ ഹരിതാപ വിരിച്ച ഗ്രാമത്തിന്റെ നെൽപ്പാടങ്ങളുള്ള സുന്ദരമായ ഒരു ഗ്രാമം. ഇതേവരെ അങ്ങനെ ഒരു ഗ്രാമം നാം കണ്ടിട്ടില്ല. സുലൈമാൻ നബി ചിന്തിച്ചു പോയി, എന്റെ അധികാരത്തിന്റെ കീഴിൽ ഇങ്ങനെയും ഒരു ഗ്രാമമോ, ഫലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഗ്രാമമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചിന്തിക്കുമ്പോ ഹുദുഹുദ് തുടരുകയാ. സുലൈമാൻ നബിയെ, പ്രശ്നം അതൊന്നുമല്ല. ഇന്നീ വദതും റഅതൻ തംലികുഹും വഊതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ. സുലൈമാൻ നബി ആ ഗ്രാമം ഭരിക്കുന്നത് രാജാവല്ല, ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ രാജ്യം ഭരിക്കുന്നത്. ബൽക്കീസ് എന്നാണ് നബി, ആ പെണ്ണിന്റെ പേര്. ബൽക്കീസ് റാണിയാണ് സഭ ഭരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബൽക്കീസിന് സുന്ദരമായൊരു സിംഹാസനമുണ്ട് നബിയെ. മരതകരത്നങ്ങൾ പതിച്ച, ഗോമേതകങ്ങൾ പതിച്ച, കണ്ണാൽ കണ്ടാൽ കണ്ണ് ചിമ്മിപ്പോകുന്ന സുന്ദരമായൊരു കുട്ടാരവും അതിലൊരു വലിയ ഒരു പീഠവുമുണ്ട് നബിയെ. ആ ബൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം അത് സുന്ദരമായൊരു സിംഹാസനമാണ് നബിയെ. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ബൽക്കീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയാ ഭരിക്കുക, അവളുടെ സിംഹാസനം അത് കണ്ടാ ഇതേപോലെ ഒരു സിംഹാസനം കണ്ടിട്ടില്ല. സുലൈമാൻ നബി ലോക ചക്രവർത്തിയാ. സുലൈമാൻ നബിക്ക് അത്ഭുതമായി, ഇങ്ങനെയും ഒരു നാടോ? എന്റെ അധികാരത്തിന്റെ കീഴിൽ
വീണ്ടും ഹുദ്ഹുദ് തുടരുന്നു. സുലൈമാൻ നബി, ഇതൊന്നുമല്ല പ്രശ്നം. വദത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. ആ പെണ്ണും ആ രാജ്ഞിയും അവിടുത്തെ നാട്ടുകാരും അല്ലാഹുവിനെ ആരാധിക്കാത്തവരാണ് നബിയെ, സൂര്യാരാധകരാണ് നബിയെ. അവർ അല്ലാഹുവിനെ അനുസരിക്കാത്തൊരു ജനതയാണ്. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകനായ എന്റെ കീഴിൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത സൂര്യനെ ആരാധിക്കുന്നൊരു സമൂഹമോ? അവരെ ദഅവത്ത് ചെയ്തേ മതിയാകൂ, പ്രബോധനം ചെയ്തേ മതിയാകൂ. തന്റെ കീഴിൽ ഇങ്ങനെ ഒരു ജനതയോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ആ ഹുദ്ഹുദിനോട് പറയുന്നു, ഹുദ്ഹുദ്, നിനക്ക് ഞാനൊരു കത്തെഴുതി തരാം. ആ കത്ത് നീ ബൽക്കീസിന് കൊടുക്ക്. സുലൈമാൻ നബി ഒരു കത്തെഴുതി. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകരും പരമദയാലുവുമായ അല്ലാഹുവിന്റെ നാമത്തിൽ സുലൈമാൻ നബി എഴുതുന്ന കത്താണിത് ബൽക്കീസ് റാണിക്ക്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് നീ ഞങ്ങളുടെ മുന്നിലെത്തണം, എന്റെ മുന്നിലെത്തണം. അന്ത്യശാസനവുമായിട്ട് സുലൈമാൻ നബിയുടെ കത്ത് ഹുദ്ഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഹുദ്ഹുദ് ഈ കത്തുമായിട്ട് ബൽക്കീസിന്റെ കൊട്ടാരത്തിൽ പറന്നെത്തി. സമയദൗർലഭ്യം കൊണ്ട് ചുരുക്കി പറയട്ടെ, ഹുദ്ഹുദ് ആ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയ ഹുദ്ഹുദ് സിംഹാസനത്തിന്റെ മുകളിലേക്ക് ഈ കത്തിട്ടു. എന്നിട്ട് ന്യൂസ് പിടിക്കാൻ വേണ്ടി സിംഹാസനത്തിന്റെ പുറകിൽ പോയി ഹുദ്ഹുദ് അങ്ങോട്ട് ഒളിച്ചിരുന്നു. ഹുദ്ഹുദ് എന്തെന്നറിയോ? ഈ കത്ത് കൊണ്ട് സിംഹാസനത്തിലിട്ടു. എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് ബൽക്കീസിന്റെ പ്രതികരണം എന്താണെന്നറിയാൻ സിംഹാസനത്തിന്റെ പുറകിൽ അങ്ങ് ഒളിച്ചിരുന്നു, ആരും കാണാതെ. ബൽക്കീസ് രാജ്ഞി വന്നു, നോക്കിയപ്പോൾ ഒരു കത്ത് എടുത്തു വായിച്ചു. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കെട്ടുകഥയല്ല, ഖുർആൻ സൂറത്തുൻ നംല്, ഖുർആനാണിത്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് എന്റെ അടുക്കൽ വരണം, എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് എന്റെ അടുക്കൽ വരണം. ബൽക്കീസ് രാജ്ഞി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. രാജ്ഞിയുണ്ട്, എല്ലാ മന്ത്രിമാരും വന്നു. വിദ്യാഭ്യാസ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് കൂടി. എല്ലാ മന്ത്രിമാരും ഉണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, മുക്കാത്ത മന്ത്രിയുണ്ട്, പൊതുമരാമത്ത് ഉണ്ട്, മരാമത്ത് ഇല്ലാത്തതുകൊണ്ട് എല്ലാ മന്ത്രിമാരും. എന്നിട്ട് സുലൈമാൻ നബിയുടെ കത്ത് ചർച്ച ചെയ്യപ്പെടുകയാ. ഖുർആനാണ് ഇത് പറയുന്നത്, സൂറത്തുൻ നംല്. ഖാലത് യാ അയ്യുഹൽ മലഉ, എന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം. ഒരു മാന്യനായ മനുഷ്യന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. മുസ്ലിമായി ചെല്ലാൻ എന്താ ചെയ്യുക? നിങ്ങൾ എന്താണ് പറയുന്നത്? മുസ്ലിമായിട്ട് കീഴ്പ്പെടണോ? ബഹുമാനപ്പെട്ട ബൽക്കീസിനോട് മന്ത്രിമാര് പറയുന്നു, വേണ്ട. നമ്മൾ ശക്തരല്ലേ, അതുകൊണ്ട് നമുക്ക് സുലൈമാനോട് യുദ്ധം ചെയ്യാം. ബൽക്കീസ് പറഞ്ഞു, വേണ്ട. ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ നഫ്സദൂഹാ വജഅലൂ ഇസ്സത അഹ്ലിഹാ ദില്ല. ഒരു രാജാവിനോട് യുദ്ധം ചെയ്താൽ നാട് നശിച്ചു പോകും, വേണ്ട. കുറെ മന്ത്രിമാര് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവസാനം ബൽക്കീസ് പറയുന്നു, എന്റെ തീരുമാനം എന്തെന്നറിയുമോ? വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹാദിയത്തിൻ നല്ല രത്നങ്ങളും സ്വർണ്ണക്കനികളുമായിട്ട് കുറെ സമ്പത്തുമായിട്ട് നമുക്ക് സുലൈമാന്റെ അടുക്കിലേക്ക് പോകാം. പണം കൊടുത്തിട്ട് സുലൈമാനെ നമുക്ക് വശത്താക്കാം. ബൽക്കീസിന്റെ തീരുമാനം. കുറെ സ്വർണ്ണക്കനികളും മരതക രത്നങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറകിൽ സ്വർണ്ണക്കനികളുമായി ബൽക്കീസും പരിവാരവും സുലൈമാൻ നബിയുടെ നാട്ടിലേക്ക് യാത്രയായി. മാസക്കണക്കിന് മാസങ്ങളോളം സഞ്ചരിക്കണം സുലൈമാൻ നബിയുടെ അടുക്കലെത്താൻ. ഇവിടെ നിന്ന് യാത്രയായി. ഈ സംഭാഷണം കേട്ടുകൊണ്ട് സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ഈ ഹുദ്ഹുദ് പക്ഷി പറന്നകുന്നു സുലൈമാൻ നബിയോട്. ഈ ഹോട്ട് ന്യൂസ് എന്ന് പെട്ടെന്ന് അവിടെ പോയി എത്തിക്കണം. അവിടെ ചെന്നിട്ട് സുലൈമാൻ നബിയോട് ഹുദ്ഹുദ് പറഞ്ഞു, സുലൈമാൻ നബിയെ, ബൽക്കീസും രാജ്ഞിയും സ്വർണത്തിന്റെ ഖജനാവുകളുമായി അങ്ങയെ വശീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്തയും കൊടുത്തു. സുലൈമാൻ നബി ചോദിച്ചു, ലോക ചക്രവർത്തിയായ എന്നെ സ്വർണം കൊടുത്തിട്ട് വശത്താക്കാൻ പോകുന്നു അവള്. പെട്ടെന്ന് ഏതായാലും ഈ ബൽക്കീസിനെ ഒരു പാഠം പഠിപ്പിക്കണം. സദസ്സ് വിളിച്ചുകൂട്ടി സുലൈമാൻ നബി. സുലൈമാൻ നബിയുടെ സദസ്സിൽ ആരൊക്കെയുണ്ട്? മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പക്ഷികളുണ്ട്, പറവാദികളുണ്ട്, സർവ്വ ആളുകളുമുണ്ട്. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു, ഇങ്ങനെ ബൽക്കീസ് ധാരാളം സമ്പത്തുകളുമായിട്ട് വരുന്നുണ്ട്. അവൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് ബൽക്കീസിന് മനസ്സിലാക്കാൻ ഒരു ഏറ്റവും വലിയ അത്ഭുത കർമ്മം നമുക്കിവിടെ കാണിച്ചു കൊടുക്കണം. ഹുദ്ഹുദ് എന്നോട് പറഞ്ഞു, അവളുടെ
അടുക്കൽ ഒരു നല്ല സ്വർണ്ണ സിംഹാസനം ഉണ്ട് എന്ന്. ആ സിംഹാസനമുള്ള കൊട്ടാരത്തിലാണ് അവളും കൂട്ടരും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സദസ്സിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി സദസ്സിനോട് ചോദിക്കുന്നു, ആരാണ് അയ്യുക്കും യഅ്തീനി ബി അർശിഹാ? ശ്രദ്ധിച്ചു കേൾക്കുക, കഥ കേൾക്കുന്ന രസത്തോടെ. അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, ആ ബൽക്കീസ് രാണി എന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ആ ബൽക്കീസിന്റെ സ്വർണ്ണ സിംഹാസനം ആരാണ് എന്റെ കൺമുന്നിൽ എത്തിച്ചു തരിക? ബൽക്കീസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ സ്വർണ്ണ സിംഹാസനം ഇവിടെ എത്തിച്ചു തരണം. സദസ്സിനോട് ആ ചോദ്യം. സദസ്സിൽ നിന്ന് ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നറ്റ് എഴുന്നേറ്റ് വന്നു. ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. കേട്ടിട്ടുണ്ടോ ഇഫ്രീത്ത് എന്ന്? ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് കേട്ടിട്ടില്ലേ? ഏഴാം ബഹറിന്റെ ഉള്ളിലൊരുക്കും കൊട്ട ഇഫ്രീത്ത് രാജൻ ഉറപ്പിച്ചേ, അതിനുള്ളിൽ 7001 പെൺകുടിമാരെ പത്തിനിമാരായി മുത്തലികത്തിൽ കുത്തിയിരിപ്പിച്ചേ. മോഹമായ കണ്ണാടിയിൽ ഒരു സുന്ദരിയെ ഞാൻ രക്ഷിച്ചേ, മോളെ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നിങ്ങളെ ഏൽപ്പിച്ചേ. ഇഫ്രീത്തിന്റെ കഥ മോയിൻകുട്ടി വൈദ്യന്റെ കഥയിൽ പാട്ടിലും കേൾക്കാം. ആ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സദസ്സിൽ നിന്നു ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നുകളുടെ രാജാവ് എഴുന്നേറ്റ് നിൽക്കുകയാ. ഖുർആൻ തന്നെ പറയട്ടെ ഇനി എന്താണ് സംഭവമെന്ന്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബല അൻ തകൂമ മിൻ മഖാമിക വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇഫ്രീത്ത് എന്ന ജിന്നിന്റെ രാജാവ് പറയുന്നു, സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേക്കുന്ന ഒരു നിമിഷത്തിന്റെ ഉള്ളില് 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം ഞാൻ കൊണ്ടുവന്നു തരാൻ നബിയെ. സുലൈമാൻ നബി പറഞ്ഞു, പറ്റില്ല, അതിനേക്കാൾ വേഗത്തിൽ ആരാ കൊണ്ടുവരിക? സദസ്സൊന്നടങ്ങൻ കണ്ണോട് നോക്കുകയാ. ജിന്നുകൾക്ക് പോലും കഴിയാത്തത് ആരാ കൊണ്ടുവരാൻ കഴിയുന്നത്? സദസ് അങ്ങോട്ട് നിശബ്ദമാകുമ്പോ അതാ സദസ്സിന്റെ മൂലയിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാ. കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ അവഗാഹമുള്ളൊരു പണ്ഡിതനാ. അദ്ദേഹത്തിന്റെ പേര് ആസിഫ് ഇബ്നു ബർഖയ എന്ന. അദ്ദേഹം ചാടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, സുലൈമാൻ നബിയേ, അന ആതീക ഇലൈക ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ചെന്ന് ചിമ്മി തുറക്കുന്ന ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാൻ നബിയേ. ഇത് കേട്ട് ജിന്നുകൾ ഊറിച്ചിരിച്ചു. ജിന്നിന് കഴിയാത്തത് മനുഷ്യന് കഴിയുമോ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നിന് പോലും കഴിയാത്ത വേഗത്തിൽ 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം എങ്ങനെയാ വരിക? എല്ലാവരും അത്ഭുതത്തോടെ അടക്കി പിടിച്ചു നിൽക്കുമ്പോ ആസിഫ് ഇബ്നു ബർഖയ എന്ന മഹാപണ്ഡിതനതാ സദസ്സിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. ആസിഫ് എന്ത് ചെയ്യുന്നു എന്നെല്ലാവരും സ്തബ്ധമടക്കി കാത്തു നിൽക്കുമ്പോ ആസിഫ് ഇബ്നു ബർഖയ തന്റെ കരങ്ങൾ തന്റെ തുടയിലേക്ക് ചോർത്തു നിർത്തി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മനസ്സൊരേ ഒരു കേന്ദ്രബിന്ദുവിൽ ലയിപ്പിച്ചിട്ട് ഓ സദസ്സിൽ നിന്നിട്ട് ഒരൊറ്റ വിളിയാ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാന്റെ ഇസ്മുല്ലാഹ്, അള്ളാന്റെ 99 നാമങ്ങളിൽ ഏറ്റവും പോരിശയുള്ള നാമമാ. അതങ്ങ് പറന്ന് തീരേണ്ട താമസം. 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം ആകാശത്തിലൂടെ കറങ്ങി തിരിഞ്ഞ് സുലൈമാൻ നബിയുടെ കാൽച്ചുവട്ടിലെത്തി എന്ന് വിശുദ്ധ ഖുർആൻ.